ചോദ്യത്തോടെ തുടങ്ങിയാലോ? മറ്റൊരാൾക്കൊരു തെറ്റ് പറ്റുന്നത് കാണുമ്പോൾ നമ്മൾ എങ്ങനെയാ പ്രതികരിക്കാറ്? ഇത് നമ്മളെല്ലാവരും എപ്പോഴും നേരിടുന്ന ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് രണ്ട് നീതിയാണ്. ഇവിടെ കാണുന്നത് പോലെ നമുക്കൊരു തെറ്റു പറ്റിയാൽ നമ്മൾ പറയും, ഹേ, മനുഷ്യരല്ലേ, തെറ്റൊക്കെ പറ്റും. അതേസമയം അതേ തെറ്റു മറ്റൊരാളാണ് ചെയ്യുന്നതെങ്കിലോ നമ്മൾ ചോദിക്കും, അവനെങ്ങനെ അതിന് ധൈര്യം വന്നു? അതായത് സ്വന്തം തെറ്റുകൾക്ക് എപ്പോഴും ന്യായീകരണങ്ങളുണ്ടാവും, പക്ഷേ മറ്റുള്ളവരുടെ തെറ്റുകൾക്ക് നേരെ നമ്മൾ വിരൽ ചൂണ്ടും. ഈ ഒരു ഇരട്ടത്താപ്പ് ഒരുപക്ഷെ നമ്മുടെ എല്ലാം ഉള്ളിൽ സ്വാഭാവികമായിട്ട് ഉള്ള ഒന്നായിരിക്കാം, അല്ലേ? പക്ഷേ ഇതിനേക്കാളൊക്കെ നല്ല, കുറച്ചുകൂടി സ്നേഹമുള്ളൊരു വഴിയുണ്ടെങ്കിലോ? ഏതൊരു തെറ്റ് കാണുമ്പോഴും നമുക്കൊരു എതിർപ്പ് തോന്നും, അത് സ്വാഭാവികമാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ആ തെറ്റ് ചെയ്ത ആളോട് നമ്മൾ എങ്ങനെ പെരുമാറും? അതായത് പാപത്തെ വെറുക്കുക, പക്ഷേ പാപിയോട് കരുണ കാണിക്കുക. ഈയൊരു ആശയക്കുഴപ്പമാണ് നമ്മളിന്ന് 3 കഥകളിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് ആദ്യത്തെ കഥയിലേക്ക് കടക്കാം. സ്ഥലം മദീനയാണ്. മദ്യം നിരോധിച്ചിട്ട് അധിക കാലമായിട്ടില്ല. ആ സമൂഹത്തിന് അതൊരു വലിയൊരു പരീക്ഷണം തന്നെയായിരുന്നു ശരിക്കും. ആ ഒരു രംഗം നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. അബ്ദുല്ല എന്ന പേരുള്ള ഒരാളെ മദ്യപിച്ചതിന് ശിക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് ആദ്യത്തെ തവണയൊന്നും അല്ലട്ടോ. ഒരേ തെറ്റ് വീണ്ടും വീണ്ടും ചെയ്യുന്ന ഒരാള്, അദ്ദേഹത്തിന് മുന്നിൽ ആ സമൂഹത്തിന്റെ നേതാവും. അപ്പോ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ വിളിച്ചു പറയുകയാണ്, ദൈവമേ, അവനെ ശപിക്കേ, എത്രാമത്തെ തവണയായി ഇവനെ ഇതേ തെറ്റിന് പിടിക്കുന്നത്? നമ്മളെ പ്രതീക്ഷിക്കുന്ന ഒരു പ്രതികരണമാണിത്, അല്ലേ? ആളുകളുടെ ദേഷ്യവും നിരാശയുമെല്ലാം അതിലുണ്ട്. ഇങ്ങനെയൊരു സാഹചര്യത്തില് ആ നേതാവ് പ്രവാചകൻ മുഹമ്മദ് എങ്ങനെയായിരിക്കും പ്രതികരിച്ചിട്ടുണ്ടാവുക? എന്തായിരിക്കും ആ നിമിഷത്തിലെ ഏറ്റവും ശരിയായ, ഏറ്റവും വിവേകമുള്ള മറുപടി? പക്ഷേ പ്രവാചകന്റെ മറുപടി അവിടെയുണ്ടായിരുന്ന എല്ലാവരെയും ശരിക്കും ഞെട്ടിച്ചു. അദ്ദേഹം പറഞ്ഞു, അവനെ ശപിക്കരുത്. എനിക്ക് അവനെപ്പറ്റി അറിയാവുന്നത് അവൻ അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും സ്നേഹിക്കുന്നുവെന്ന് മാത്രമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ ആ ഒരു മാറ്റം? അയാളുടെ വീഴ്ചയിലല്ല, മറിച്ച് അയാളുടെ ഉള്ളിലെ ആ നന്മയിലാണ് പ്രവാചകൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ശരിക്കും നമ്മളെല്ലാവരും ഓർത്തിരിക്കേണ്ട ഒന്നാണ്. നിങ്ങളുടെ സഹോദരനെതിരെ പിശാചിന് സഹായികളാകരുത്. അതായത് നമ്മുടെ കുറ്റപ്പെടുത്തലുകൾ, ശാപവാക്കുകൾ, അതെല്ലാം ആ വ്യക്തിയെ കൂടുതൽ ഒറ്റപ്പെടുത്താനേ സഹായിക്കൂ. അവസാനം നമ്മൾ ആരെയാണോ എതിർക്കുന്നത് അവർക്ക് തന്നെ അറിയാതെ സഹായം ചെയ്യുകയായിരിക്കും. ഓക്കെ, ഇത് വ്യക്തിപരമായ ഒരു തെറ്റിന്റെ കാര്യത്തില്. ഇനി അതിലും എത്രയോ ഗൗരവമുള്ള തെറ്റുകളുണ്ടാവാം, അല്ലേ? രാജ്യദ്രോഹം പോലുള്ളവ. നമുക്ക് അങ്ങനെ ഒരു സംഭവം നോക്കാം. ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ, പ്രവാചകന്റെ ഏറ്റവും വിശ്വസ്തനായ ഒരാൾ. അദ്ദേഹം ചെയ്തതെന്താണെന്നോ? രാജ്യദ്രോഹം. അതീവ രഹസ്യമായ സൈനിക പദ്ധതികൾ ശത്രുക്കൾക്ക് ചോർത്തിക്കൊടുത്തു. അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന് ഓർത്തുനോക്കൂ. ആ സമൂഹം മുഴുവൻ തകർന്നുപോയേനെ. അപ്പോ അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോ ഹാത്തിബ് ആ കുറ്റം നിഷേധിച്ചില്ല. പക്ഷേ അതിനു പിന്നിലെ കാരണം അദ്ദേഹം പറഞ്ഞു. തന്റെ വിശ്വാസം മാറിയിട്ടൊന്നുമില്ല, പക്ഷേ മക്കയിൽ ഒറ്റപ്പെട്ടുപോയ തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേറെ വഴിയില്ലായിരുന്നു. അതായത് ആ ചെയ്ത പ്രവൃത്തിക്ക് പിന്നിൽ രാജ്യത്തോടുള്ള ദേഷ്യമോ വെറുപ്പോ അല്ലായിരുന്നു, മറിച്ച് സ്വന്തം കുടുംബത്തെക്കുറിച്ചുള്ള വലിയ പേടിയായിരുന്നു. ഇത് കേട്ടപ്പോൾ തന്നെ പ്രതീക്ഷിച്ച പോലെ ഒരു പ്രതികരണമുണ്ടായി. ഉമർ പറഞ്ഞു, പ്രവാചകരെ, ഈ കപടവിശ്വാസിയുടെ തലയെടുക്കാൻ എന്നെ അനുവദിക്കണം. വീണ്ടും ഏറ്റവും കഠിനമായ ശിക്ഷ വേണമെന്നുള്ള ആവശ്യം. എന്നാൽ ഇവിടെയും പ്രവാചകൻ ഹാത്തിബിനെ പ്രതിരോധിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിച്ചു, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ തെറ്റുകൾ ദൈവം പൊറുത്തുകൊടുത്തിട്ടുണ്ടെന്ന്. നോക്കൂ, ആ മനുഷ്യൻ ചെയ്ത ഒരൊറ്റ വലിയ തെറ്റിനപ്പുറം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ത്യാഗങ്ങളിലേക്കും സേവനങ്ങളിലേക്കുമാണ് പ്രവാചകൻ നോക്കിയത്. ആ ഒരു തെറ്റിനേക്കാൾ വലുതായിരുന്നു അദ്ദേഹത്തിന്റെ നന്മയുടെ ചരിത്രം. ശരി, ഇനി നമുക്ക് അവസാനത്തെ കഥയിലേക്ക് വരാം. ഇതൊരു സിനിമയൊക്കെ തോറ്റുപോകുന്ന കഥയാണ്. പരാജയത്തിൽ നിന്നും വീണ്ടെടുപ്പിലേക്കുള്ള ഒരു യഥാർത്ഥ സംഭവം. പശ്ചാത്തലം ഒരു യുദ്ധക്കളമാണ്. ഖാദിസിയ യുദ്ധം. മുസ്ലിം സൈന്യം തോൽവിയുടെ വക്കീലാണ്. എന്നാൽ അവരുടെ ഏറ്റവും മികച്ച യോദ്ധാക്കളിൽ ഒരാളായ അബൂ മിഹ്ചൻ എവിടെയാണെന്നോ? മദ്യപിച്ചതിന് ഒരു കൂടാരത്തിൽ ചങ്ങലയിലാണ്. അദ്ദേഹത്തെപ്പറ്റി 2 കാര്യങ്ങളാ എല്ലാവർക്കും അറിയാവുന്നത്. ഒന്ന്, അദ്ദേഹത്തിന്റെ അസാമാന്യമായ ധീരത. 2, ഒരിക്കലും മാറ്റാൻ പറ്റാത്ത മദ്യത്തോടുള്ള ആസക്തി. യുദ്ധത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ ആ വീരന് അടങ്ങിയിരിക്കാനായില്ല. അദ്ദേഹം സേനാനായകന്റെ ഭാര്യയോടൊരു അപേക്ഷ വെച്ചു. 1, എന്നെ യുദ്ധം ചെയ്യാൻ അഴിച്ചുവിടണം. 2, ഞാൻ ജീവനോടെ വന്നാൽ സ്വയം വന്ന് ഈ ചങ്ങലകൾ ഇട്ടോളാം. 3, ഞാൻ മരിച്ചാൽ നിങ്ങൾക്കെന്നിൽ നിന്ന് മോചനമായല്ലോ. പെട്ടെന്നാണത് സംഭവിച്ചത്. യുദ്ധക്കളത്തിൽ
ചാരനിറമുള്ളൊരു കുതിരപ്പുറത്ത് ഒരു അജ്ഞാത യോദ്ധാവ് പ്രത്യക്ഷപ്പെട്ടു. ഒരു കൊടുങ്കാറ്റുപോലെ അയാൾ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. ഇതെല്ലാം കണ്ട് സേനാനായകൻ സാദ് അത്ഭുതപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഈ കുതിരയെ എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ ഈ പോരാട്ടവീര്യം, ഇത് ദൈവം നേരിട്ടയച്ച സഹായമാവണം. യുദ്ധം ജയിച്ചു. എല്ലാം ശാന്തമായപ്പോൾ അബൂ മിഹ്ജൻ ആരുമറിയാതെ തന്റെ തടവറയിലേക്ക് തിരികെ വന്നു. സ്വന്തം കാലിൽ ആ ചങ്ങലകൾ വീണ്ടും അണിഞ്ഞു. കൊടുത്ത വാക്ക് അദ്ദേഹം തെറ്റിച്ചില്ല. ഈ സത്യം അറിഞ്ഞപ്പോൾ സേനാനായകനായ സഅദിന് വിശ്വസിക്കാനായില്ല. ആ മനുഷ്യന്റെ സത്യസന്ധതയും ധീരതയും കണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു, പോവുക, ഇനി മദ്യപിച്ചതിന്റെ പേരിൽ ഞാൻ നിന്നെ ശിക്ഷിക്കില്ല, അല്ലാഹുവാണ് സത്യം. അതൊരു വെറും മോചനമായിരുന്നില്ല, ആ കുറ്റത്തിൽ നിന്നുള്ള ഒരു പൂർണ്ണമായ മോചനമായിരുന്നു അത്. അപ്പോ അബൂ മിഹ്ജൻ തിരിച്ചു പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞാനും ഇനിമേൽ അത് കുടിക്കില്ല, അല്ലാഹുവാണ് സത്യം. നോക്കൂ, കഠിനമായ ശിക്ഷ കൊണ്ട് മാറ്റാൻ കഴിയാത്ത ഒരു ദുശ്ശീലം ഒരു നിമിഷത്തെ കാരുണ്യം കൊണ്ട് മാറി. ആ ദയവാണ് അദ്ദേഹത്തിന് എന്നേറ്റുമായി മാറാനുള്ള ശക്തി കൊടുത്തത്. അപ്പോ ഈ 3 കഥകള് നമ്മളെന്താണ് ഇതിൽ നിന്ന് പഠിക്കേണ്ടത്? മറ്റൊരാളുടെ തെറ്റുകളോട് പ്രതികരിക്കാൻ നമ്മുടെ മുന്നിൽ വ്യക്തമായ 2 വഴികളുണ്ടെന്ന് ഇത് കാണിച്ചു തരുന്നു, അല്ലേ? അതായത്, സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ശാപവാക്കുകൾ ഒരുപക്ഷെ പിശാചിന് സഹായം ചെയ്യുന്നത് പോലെ ആവാം ആ വ്യക്തിയെ കൂടുതൽ പരാജയത്തിലേക്ക് തള്ളിയിടാം. അതേസമയം നമ്മുടെ ഒരു പ്രാർത്ഥന, നമ്മുടെ കാരുണ്യം അവർക്ക് പശ്ചാത്തപിച്ച് തിരിച്ചുവരാനുള്ള ഒരു വാതിൽ തുറന്നുകൊടുത്തേക്കാം. ചെറുതായാലും വലുതായാലും എല്ലാ ദിവസവും നമ്മൾ ഈ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ട്. അപ്പൊ ചോദ്യം ഇതാണ്, തെറ്റ് ചെയ്ത നമ്മുടെ ഒരു സഹോദരനെതിരെ നമ്മൾ ആരുടെ സഹായിയാവും?